നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറാണ്. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ടെന്ന് മുൻ മന്ത്രി ജി സുധാകരന്റെ വെളിപ്പെടുത്തൽ പാർട്ടിയെ വെട്ടിലാക്കി. ജി സുധാകരനെതിരെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്ത് വന്നു. ഇത്തരം പ്രസ്താവനകൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നുവെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ഒരു തരത്തിലുള്ള അട്ടിമറിക്കും CPM പങ്കാളിയായിട്ടില്ലെന്ന് MV ഗോവിന്ദൻ വ്യക്തമാക്കി. പ്രസ്താവന സുധാകരൻ തിരുത്തിയെങ്കിലും നിയമത്തിന്റെ വഴിക്ക് പോയി. 36 വർഷം മുൻപ് നടന്ന സംഭവമാണെങ്കിലും നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സുധാകരനെതിരെ സൗത്ത് പോലീസ് കേസെടുത്തു. ഇന്ത്യൻ ശിക്ഷാ നിയമം, ജനപ്രാതിനിധ്യ നിയമം എന്നിവയിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. വോട്ടെടുപ്പിന്റെ രഹസ്യാത്മകത ലംഘിക്കൽ, ബാലറ്റ് പുറത്തേക്ക് കൊണ്ടുപോയത്, സ്വതന്ത്രമായി വോട്ട് ചെയ്യാനുള്ള അവകാശം തടസ്സപ്പെടുത്തൽ, ബാലറ്റ് തിരുത്തൽ തുടങ്ങിയ ജനപ്രാതിനിധ്യ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന കുറ്റങ്ങളാണ് FIR-ലുള്ളത്. വ്യാജരേഖ ചമയുക, രേഖകൾ തിരുത്തുക എന്നീ കുറ്റങ്ങളാണ് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ചുമത്തിയിരിക്കുന്നത്. 36 വർഷം മുമ്പ് നടന്ന സംഭവമായതിനാൽ തെളിവില്ല എന്നതാണ് പ്രധാന പ്രശ്നം. സുധാകരന്റെ പ്രസംഗത്തിന്റെയും തിരുത്തൽ പ്രസംഗത്തിന്റെയും വീഡിയോ ആണ് പ്രധാന തെളിവ്. കേസിൽ സുധാകരന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തും. സുധാകരന്റെ വെളിപ്പെടുത്തലിനെ 1989-ലെ സ്ഥാനാർത്ഥി KV തോമസ് തള്ളിക്കളഞ്ഞു. ഇല്ലാത്ത കാര്യത്തിന്റെ പേരിൽ FIR ഇട്ടത് ശരിയായില്ലെന്ന് CPM ജില്ലാ സെക്രട്ടറി R നാസറും പറഞ്ഞു. പണ്ടു ചെയ്ത പല വീരകഥകളൊന്നും ഇപ്പോൾ പുറത്തു പറയാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദിസ് ഇസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.